വെളുപ്പിനേക്കാൾ അഴകല്ലേ ഉറച്ച വിശ്വാസത്താൽ കൽവിൽ പ്രഭയല്ലേ തിളങ്ങിടുന്ന വെളുപ്പിനേക്കാൾ അഴകല്ലേ ഉറച്ച വിശ്വാസത്താൽ കൽവിൽ പ്രഭയല്ലേ തകർന്ന ഹൃദയം കുളിർത്തിടുന്ന മുഖം കണ്ട് തകർന്ന ഹൃദയം കുളിർത്തിടുന്ന മുഖം കണ്ട് നിറഞ്ഞ മിഴികൾ ചിരിച്ചിടുന്ന മൊഴിയേട്ട് തിളങ്ങിടുന്ന വെളുപ്പിനേക്കാൾ അഴകല്ലേ ഉറച്ച വിശ്വാസത്താൽ കൽവിൽ പ്രഭയല്ലേ പാടിക്ക് സകൽ പാടിക്കിളികൾ ലോകമത് കണ്ടോ ആ കരം മുറുകെ പിടിച്ച് സ്നേഹമായി നിന്നോ പാടിക്ക് സകൽ പാടിക്കിളികൾ ലോകമത് കണ്ടോ ആ കരം മുറുകെ പിടിച്ച് സ്നേഹമായി നിന്നോ പ്രിയനേതാവേ അങ്ങേ കുശലം കണലായോരേ ശൈഖുൽ സലാം തിളങ്ങിടുന്ന വെളുപ്പിനേക്കാൾ അഴകല്ലേ ഉറച്ച വിശ്വാസത്താൽ കൽവിൽ പ്രഭയല്ലേ കണ്ണുനീരിൽ മൂല്യമറിയുമോ താജുലമ തങ്ങളെ പിന്നിലെ നിഴലിൽ കൂടാരം ഹിമ്മത്തിന്റെ തിളങ്ങിടും താരം റഈസുലുലമ എന്നും ഞങ്ങളെ നോടിയെല്ലാരും ഉമ്മത്തിന്റെ തിളങ്ങിടും താരം റഈസുലുലമ എന്നും ഞങ്ങളെ നോടിയെല്ലാരും പ്രിയനേതാവേ അങ്ങേ കുശലം തണലായോരേ ശൈഖുൽ സലാം തിളങ്ങിടുന്ന വെളുപ്പിനേക്കാൾ അഴകല്ലേ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഇന്ന് സന്നിധമാകുന്ന യുവ പണ്ഡിതന്മാരോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, താജുൽ ഉലമ 11 റക്അത്ത് നിന്ന് നിസ്കരിക്കുന്നുണ്ട് എന്ന് ഇന്നലെ കൂറ്റമ്പാറ അബ്ദുറഹിമാൻ ദാരിമി പറഞ്ഞതിന്റെ അർത്ഥം, വിത്ർ എല്ലാവരും നിസ്കരിക്കലുണ്ട്, എല്ലാവരും നിന്ന് നിസ്കരിക്കുന്നുമുണ്ട്. ഈ ഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ ബഹുമാനപ്പെട്ട നബവി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ മിൻഹാജിൽ പറയുന്നു, ഇവിടെ താജുൽ ഉലമയുടെ മഹത്വം നാം മനസ്സിലാക്കണം. വലിൽ ഖാദിരി അത്തനഫുലു ഖായിദൻ വഖദാ മുൽതജിഅൻ ഫിൽ അസഹി. ഇന്ന് സനദമാകുന്ന പണ്ഡിതന്മാർ നാളെ ഓരോ മഹല്ലത്തുകളിലും ഇമാമായും ഖത്തീബായും സേവനം ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം താജുൽ ഉലമയുടെ പ്രവർത്തനങ്ങളാണ്. താജുൽ ഉലമയുടെയും നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലുള്ള സുലൈമാൻ ഉസ്താദ് അടക്കമുള്ള എല്ലാ പണ്ഡിതന്മാരെയും അവരോട് ഇത്തിബാ ചെയ്യലല്ലാതെ ഇസ്ലാമിൽ ഒരു ദീന് വേറെ ഇല്ല. ഇത് പ്രത്യേകിച്ച് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവിടെ ഇമാം നവവി തങ്ങൾ വലിൽ ഖാദിരി അത്തനഫുലു ഖായിദൻ വഖദാ മുൽതജിഅൻ ഫിൽ അസഹി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്?
നിന്ന് നിസ്കരിക്കാൻ സാധിക്കുന്നവനിക്ക് സുന്നത്ത് നിസ്കാരം, അത് റവാത്തിബാവട്ടെ റവാത്തിബല്ലാത്തതാവട്ടെ, ജമാഅത്ത് സുന്നത്തായിട്ടുള്ളതാവട്ടെ അല്ലാത്തതാവട്ടെ, അത്തനഫുലു ഖായിദ, അവന് ഇരുന്ന് നിസ്കരിക്കാം. വഖദാ മുൽതജിഅൻ, ഇങ്ങനെ ഇരുന്ന് നിസ്കരിക്കാൻ നിന്ന് നിസ്കരിക്കാൻ സാധിക്കുന്നവനിക്ക് തന്നെ ഇരുന്ന് നിസ്കരിക്കാം എന്ന് ഫിഖ്ഹ് പറയുമ്പോൾ, ഫുഖഹാ നമ്മെ ഉണർത്തുമ്പോൾ, താജുൽ ഉലമാ വിത്ർ 11 റക്അത്ത് എന്തിന് നിന്ന് നിസ്കരിച്ചു? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് നാം മനസ്സിലാക്കണം. സ്വലാത്തുൽ ഖായിമി, സ്വലാത്തുൽ ഖായിദി അലൻ നിസ്ഫി മിൻ സ്വലാത്തിൽ ഖായിമി വസലാത്തുൻ നായിമി അലൻ നിസ്ഫി മിൻ സ്വലാത്തിൽ ഖായിമി. ഇരുന്ന് നിസ്കരിക്കുന്നവനിക്ക് നിന്ന് നിസ്കരിക്കുന്നവന്റെ പകുതി പ്രതിഫലമേ ഉള്ളൂ. കിടന്ന് നിസ്കരിക്കുന്നവനിക്ക് ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ പകുതിയും. എന്നാൽ താജുൽ ഉലമാ ഇരുന്ന് നിസ്കരിക്കാൻ സാധിക്കലോ, ഇരുന്ന് നിസ്കരിക്കാൻ അവസരമുണ്ടായ ഈ സ്ഥലത്ത് നിന്ന് നിസ്കരിച്ചതിന് പ്രതിഫലം കൂടുതൽ കിട്ടാനല്ല. നിന്ന് ഒരാൾ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഇരുന്ന് നിസ്കരിക്കുന്നതും നാം കൂട്ടിച്ചേർക്കുമ്പോൾ ഇരുന്ന് നിസ്കരിക്കുന്നവനിക്ക് നിന്ന് നിസ്കരിക്കുന്നവന്റെ പ്രതിഫലം പകുതി പ്രതിഫലമുള്ളൂ എങ്കിൽ ആ പകുതി വേണ്ട, മുഴുവനും എനിക്ക് കിട്ടട്ടെ എന്ന് കരുതിയിട്ടല്ല താജുൽ ഉലമാ വിത്ർ 11 റക്അത്ത് നിന്ന് നിസ്കരിച്ചത്. ഇവിടെ നാം മനസ്സിലാക്കണം. അതേ സമയത്ത് ഇരുന്ന് നിസ്കരിച്ചാൽ തന്നെ തന്റെ പ്രതിഫലം ഒട്ടും കുറയാത്ത ആ സമയത്ത് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ വമഹല്ലുഹു ഫിൽ ഖാദിരി, ഈ ഇരുന്ന് നിസ്കരിക്കുന്നവനിക്ക് നിന്ന് നിസ്കരിക്കുന്നവന്റെ പകുതി പ്രതിഫലമുള്ളൂ എന്ന് പറഞ്ഞത് നിന്ന് നിസ്കരിക്കാൻ സാധിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളമാണ്. അതേ സമയത്ത് ഒരു ആജിസായ ഒരാള് നിന്ന് നിസ്കരിക്കാൻ സാധിക്കാത്ത സമയത്ത് ഇരുന്ന് നിസ്കരിച്ചാൽ ഒട്ടും പ്രതിഫലം കുറയുകയില്ല. ഇരുന്ന് നിസ്കരിച്ചാൽ തന്റെ പ്രതിഫലം കുറയുകയില്ലാത്ത സ്ഥലത്ത് പോലും താജുൽ ഉലമാ നിന്ന് നിസ്കരിച്ചു എന്ന് പറഞ്ഞതിന്റെ മഅന തന്റെ ഇബാദത്ത് അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടാനല്ല എന്നും, പ്രതിഫലം ആഗ്രഹിച്ചിട്ട് നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 40 മുശാവറ പണ്ഡിതന്മാർ ആരും അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടാൻ വേണ്ടി ഇബാദത്ത് ചെയ്യുന്നില്ല. ബഹുമാനപ്പെട്ട റഈസുൽ ഉലമാ സുലൈമാൻ ഉസ്താദ് അടക്കം, ഉസ്താദിന്റെ നാട്ടിൽ 10 കൊല്ലത്തോളം ഞാൻ സേവനം ചെയ്ത ഒരു സാധാരണക്കാരനാണ് എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. അപ്പോൾ നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി മാത്രമാവണം. ഒരാളിൽ നിന്ന് അല്ലാഹുവിൽ നിന്ന് തന്നെ പ്രതിഫലം കിട്ടാനാവരുത് നമ്മുടെ ഇബാദത്തുകൾ. അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടാനാണെങ്കിൽ മറ്റു വല്ല കുറുക്കു വഴിയും ഉണ്ടെങ്കിൽ അത് നാം സ്വീകരിക്കും. അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടിയാൽ പോരെ, ഇബാദത്ത് ചെയ്യണമെന്നില്ലല്ലോ. ബഹുമാനപ്പെട്ട മഹാത്മ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറാ ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ നബൂസൻ ഖംതരീറാ. ഇന്ന് സനദ് വാങ്ങുന്ന ഈ പണ്ഡിതന്മാർ നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും, നമ്മുടെ മഹല്ലിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളും അത് വജ്ഹുല്ലാഹിക്ക് വേണ്ടി മാത്രമാവണമെന്നും ഒരിക്കലും തന്നെ അല്ലാഹുവിൽ നിന്ന് തന്നെ പ്രതിഫലം നാം ആഗ്രഹിക്കാൻ പാടില്ല എങ്കിൽ, യഥാർത്ഥ മുഖ്ലിസിന്റെ അവസ്ഥ അതാണെങ്കിൽ അല്ലാഹുവിന്റെ മഖ്ലൂഖീങ്ങളിൽ നിന്ന് ഒരു കാലത്തും നാം ഒന്നും ആഗ്രഹിച്ചു പോകരുത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു അല്ലാത്ത മഖ്ലൂഖീങ്ങളിൽ നിന്ന് നാം വല്ലതും ആഗ്രഹിക്കുന്നതിനൊട്ട് ആശിക്കുന്നതിനൊട്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാം നാം നമ്മുടെ പണ്ഡിതന്മാരുടെ ഇത്തിബാഴ് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിന്റെ ഇബാദത്തിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നില്ല. പരിശുദ്ധ റമദാൻ മാസം വന്നാൽ 9 മണിക്ക് പള്ളിയിലേക്ക് എത്തും ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ്. എന്നിട്ട് ളുഹർ നിസ്കരിക്കുന്നത് വരെ അവർ ഖുർആൻ ഓതി. ഉസ്താദിനെ ആരെങ്കിലും കാണാൻ വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് ആ വരുന്ന ആളുകൾക്ക് ഒരു ഹദിയ നൽകിയിട്ടേ ഉസ്താദ് അവിടുന്ന് വിടാറുള്ളൂ. ഇത് നാം ശരിക്ക് അനുഭവത്തിൽ മനസ്സിലാക്കിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമസ്ത പണ്ഡിതന്മാർ സുലൈമാൻ ഉസ്താദ് അടക്കം എല്ലാവർക്കും അല്ലാഹു തആല പരിശുദ്ധ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ദീർഘായുസ് നൽകട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ പണ്ഡിതന്മാർ സനബതുവാകുന്ന പണ്ഡിതന്മാർ അല്ലാഹുവിനെ സൂക്ഷിച്ച് മുന്നോട്ട് നീങ്ങണമെന്ന് പ്രത്യേകം അറിയിച്ച് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.